ിക്കണം മരിച്ചാൽ ഉടനെ അത് വഴുകിപ്പോയാലോ ആ കണ്ണ് പിന്നെ ചിമ്മാൻ പ്രയാസമാകും. എന്നോടൊരു ഉസ്താദ് പറഞ്ഞ്, ഞാൻ കിതാബിൽ കണ്ടതൊന്നല്ല, എന്നോട് എൻ്റെ ഒരു സഹോദരൻ സഖാഫി സുഹൃത്ത് എന്നോട് പറഞ്ഞ്, അഥവാ കണ്ണ് ചിമ്മുന്നില്ല എങ്കിൽ, കുറെ സമയം കഴിഞ്ഞപ്പോൾ രാത്രിയൊക്കെയാണ് മരിച്ചത്, ഉറങ്ങാൻ കിടന്ന മനുഷ്യനാ, പിറ്റേന്ന് എണീറ്റ് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല. സാധാരണ നിസ്കരിക്കാൻ വേണ്ടി എണീക്കുന്ന ടൈമായിട്ടും എണീക്കാതെ വന്നപ്പോഴാണ് ചെന്ന് നോക്കി വിളിക്കുന്നത്. അപ്പൊ ആള് മരിച്ചു കിടന്നിട്ടുണ്ട്. എത്ര മരണങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ പ്രാഥമികമായി ചെയ്യേണ്ടതൊന്നും ഒരു പക്ഷെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കിടന്ന ഉടനെ തന്നെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, അവിടെ കുറച്ച് വഴുകിപ്പോയാൽ, വല്ലാതെ വഴുകിയിട്ടില്ലെങ്കിൽ, കണ്ണ് അടയുന്നില്ല എങ്കിൽ കാലിന്റെ വിരല് താഴോട്ട് പിടിച്ച് വലിച്ച് ഈ ചെവിയുടെ ഭാഗത്ത് രണ്ട് കയ്യും വെച്ച്, ചെവിയുടെ ഭാഗത്ത് രണ്ട് കൈ കൊണ്ട് മറ്റൊരാൾ പിടിക്കുക, കാലിന്റെ ഭാഗത്ത് കാലിന്റെ തള്ളവിരൽ പിടിച്ച് താഴോട്ട് പിടിച്ച് വലിക്കുകയും ചെയ്യുക, വേദനിപ്പിക്കാതെ നല്ല നിലക്ക് പിടിച്ച് വലിക്കുകയും ചെയ്യുക. മറ്റൊരാൾ കണ്ണടക്കുകയും ചെയ്താൽ കണ്ണടയും എന്ന് കിതാബിൽ കണ്ടതല്ല, ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്. ഒരു ഘട്ടത്തിൽ ഞാനത് പരീക്ഷിക്കുകയും ചെയ്തു. എനിക്കങ്ങനെ ഒരു ഘട്ടം വന്നപ്പോ ഞാനത് പരീക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞതുപോലെ സുഗമമായി കണ്ണടയുകയും ചെയ്തു. ചെവിയുടെ ഭാഗത്ത് ഒരാൾ കൈകൊണ്ട് പിടിക്കുക, കാലിന്റെ തള്ളവിരൽ പിടിച്ച് താഴോട്ട് മെല്ലെ വലിക്കുക മറ്റൊരാൾ. അപ്പം മറ്റൊരാൾ കൈ കൊണ്ട് കണ്ണിങ്ങനെ ചിമ്മിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ അടയാത്ത കണ്ണ് അടയുമെന്ന് അദ്ദേഹം പറയുകയും ഞാനത് ചെയ്യുകയും ചെയ്തപ്പോൾ അത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ കിതാബിൽ കണ്ടൊരു കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത് എന്ന് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നോ, പിന്നെ നിങ്ങൾ കണ്ണ് ചിമ്മിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മരിച്ചാൽ ഉടനെ അവൻ്റെ കൈകാലുകളൊക്കെ ഒന്ന് മയപ്പെടുത്തി കൊടുക്കണം, ഒന്ന് മെല്ലെ ഒരു എക്സസൈസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കുളിപ്പിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് വളക്കാനും പിടിക്കാനും കഴിഞ്ഞോളണമെന്നില്ല. അവൻ്റെ കൈ വിരലുകളൊക്കെ ഒന്ന് ഏതാക്കണം, മെല്ലെ എക്സസൈസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഈ മുട്ടും കൈ ഒന്ന് മടക്കി കൊടുക്കണം, അതുപോലെ തന്നെ തോളം കൈ മടക്കി കൊടുക്കണം. കാലും അങ്ങനെ ചെയ്യണം, മുട്ടൊന്ന് വളച്ചു കൊടുക്കണം, തുടയിലേക്ക് വളച്ചു കൊടുക്കണം, തുടഭാഗം പിടിച്ചുകൊണ്ട് അവൻ്റെ പള്ളയിലേക്കൊന്ന് വളച്ചു കൊടുക്കണം. അങ്ങനെ നിങ്ങൾ കൈകളൊക്കെ ഒന്ന് മയപ്പെടുത്തണം, കണിപ്പുകൾ മയപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ മരിച്ചാൽ ഉടനെ അവൻ്റെ താടി കെട്ടണം. കെട്ടുന്ന സമയത്ത് ആ കെട്ടിന്റെ ഭാഗം തലയുടെ ഭാഗത്തേക്ക് വരണം. കെട്ട് താടി ഭാഗത്തല്ല, തലയുടെ ഭാഗത്തേക്ക് കെട്ട് വരണം. ഈ രൂപത്തിൽ താടി കെട്ടണം. അവൻ്റെ കാലിന്റെ വിരലുകളും ആ കാലും ഒന്ന് പിടിച്ച്, അതുപോലെ തന്നെ അവൻ്റെ വയറിൽ ഒരു കനം വെച്ച് കൊടുക്കണം. അതുപോലെ അവൻ്റെ കെണിപ്പ് മയമാക്കണം. ധരിച്ചിരുന്ന വസ്ത്രം മൂടണം, നേരിയ വസ്ത്രം കൊണ്ട് മൂടണം. അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ മേലെ, അതായത് പള്ളന്മേൽ ഒരു കനം വെച്ച് കൊടുക്കണം, താക്കോല് പോലത്തത്. അത് വസ്ത്രത്തിന്റെ മേലെയാവൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. കട്ടിലിൽ കിടത്തുമ്പോൾ വിരിപ്പില്ലാതെ, പായയില്ലാതെ, കട്ടിലിൽ വിരിപ്പില്ലാതെ വെറും കട്ടിലിൽ കിടത്തണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ വേഗം ചെയ്യണം. എന്നിട്ടോ മയ്യത്തിനെ പെട്ടെന്ന് കുളിപ്പിക്കാൻ ശ്രമിക്കണം. അതിലേറെ വളരെ പെട്ടെന്ന് ചെയ്യേണ്ടത്, കടമുണ്ടെങ്കിൽ അത് വീട്ടാൻ ശ്രമിക്കണം. വസിയത്തുകൾ ഉണ്ടെങ്കിൽ അത് നിറവേറ്റാനും സാധിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ മരിച്ചിടത്ത് ചെയ്യണം. മരിക്കാൻ കിടക്കുമ്പോഴോ അവിടുന്ന് സൂറത്ത് റഅദ് ഓതണം, തബാറക സൂറത്ത് റഅദ് ഓതണം, യാസീൻ ഓതണം. നിങ്ങൾ ആർപ്പ് വിളി കിട്ടുന്നതിന് പകരം നിങ്ങൾ ഖുർആൻ എടുത്ത് ഓതുകയാണ് വേണ്ടത്. ബുറുദ ബൈത്ത് ചെല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചെല്ലണം. എന്നാൽ മലായികത്ത് നല്ല നിലയിൽ അവന്റെ റൂഹ് പിടിക്കാൻ സഹായകമാകും. ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഒരാളും മരിക്കുന്നിടത്ത് നിൽക്കാൻ പാടില്ല. തലമുടി വെളിവാക്കിക്കൊണ്ട് ഒറ്റ ഉമ്മമാരും മരിക്കുന്നിടത്ത് നിൽക്കണ്ട. അവിടെ ആണുങ്ങൾ നിന്നാൽ മതി. എന്തിനാണ് പെണ്ണുങ്ങൾ അവിടെ നിന്ന് തിരക്കുന്നത്? പല ആണുങ്ങൾ മരിക്കുന്നിടത്ത് വരെ പെണ്ണുങ്ങൾ നിന്ന് തലമുടി വെളിവാക്കി, ഔറത്തിന്റെ പല ഭാഗങ്ങളും വെളിവാക്കി. അവിടെ നിന്നാൽ റഹ്മത്തിന്റെ മലായികത്ത് വരനിക്കത് തടസ്സമാകും. ജനാപത്തുകാരിയായ പെണ്ണാണോ, മരണം ആസന്നമായി എടുത്ത് നിൽക്കൽ കറാഹത്താണെന്ന് ഇമാം ഖത്തീബ് റഹിമഹുല്ലാ അവിടുത്തെ മുഖനിയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് കറാഹത്താണെന്ന്. ജനാപത്തുകാരി അവിടെ നിൽക്കാൻ പാടില്ല, അയലുകാരി നിൽക്കാൻ പാടില്ല. അതൊക്കെ റഹ്മത്തിന്റെ മലായികത്തിന് തടസ്സമാകുമോ? നായ ഉള്ളവന്റെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലായികത്ത് കിടക്കില്ല. ഹദീസിലുണ്ടല്ലോ,
ഫോട്ടോയുള്ളവന്റെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലായിക്കത്ത് കിടക്കില്ല. എന്തിനാണ് ഫോട്ടോ വെച്ച് മുന്നിൽ വെച്ച് ആരാധിക്കുന്നത്? അതേ കഅബാലയത്തിന്റെ ഫോട്ടോമോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ച കുബ്ബയുണ്ടല്ലോ, ഖുബ്ബത്തുൽ ഖദറാ, അതുപോലെ തന്നെ ഖുബ്ബത്തുസ് സഖറാ പോലോത്ത ഇത്തരം ജീവനില്ലാത്ത നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ചെരിപ്പ് അവിടുത്തെ തലപ്പാവ് പോലോത്തതാണെങ്കിൽ അതുകൊണ്ട് ബറകത്തുണ്ടാകും. ആ സ്ഥാനത്ത് മനുഷ്യന്മാരുടെ ഫോട്ടോ, ജീവനുള്ള വസ്തുവിന്റെ ഫോട്ടോ വെച്ചാൽ അവിടെയൊന്നും റഹ്മത്തിന്റെ മലായിക്കത്ത് കിടക്കില്ല. നിങ്ങളൊക്കെ നിങ്ങളെ ഷോക്കേസുകൾ എന്ന് തന്നെ ചെന്നുകൊണ്ട് വൃത്തിയാക്കണം. അതിൽ ആനയുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് ഒഴിവാക്കണം, പക്ഷിയുണ്ടെങ്കിൽ അതെടുത്ത് ഒഴിവാക്കണം, അതേ ജീവനുള്ള വല്ല വസ്തുവും ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കണം. റഹ്മത്തിന്റെ മലായിക്കത്ത് വരനിക്ക് ഒന്നും തടസ്സമാവാൻ പാടില്ല. നല്ലൊരന്തരീക്ഷം വീട്ടിലുണ്ടാവട്ടെ. ഞാൻ പറഞ്ഞല്ലോ, സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഉപയോഗിച്ച് മരിക്കാൻ കിടക്കുന്ന ആളുടെ അരികിൽ എപ്പോഴും ഒരു വൃത്തി വേണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വൃത്തിയില്ലാത്തയിടത്തേക്ക് വാസനയുള്ള ഇടത്ത് റഹ്മത്തിന്റെ മലായിക്കത്തില്ല. തെളിവ് വേണോ? ഉള്ളി തിന്നവൻ എന്റെ പള്ളിയിലേക്ക് വരാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഉള്ളി തിന്നവൻ എന്റെ പള്ളിയിലേക്ക് വരാൻ പാടില്ല. ഉള്ളി തിന്നവൻ പള്ളിയിൽ വന്നാൽ എന്താ സഹോദരിമാരെ? റഹ്മത്തിന്റെ മലായിക്കത്തിന് ഈ വാസന ഉണ്ടാകും. അപ്പോൾ റഹ്മത്തിന്റെ മലായിക്കത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ വേവിച്ച ഉള്ളിയല്ലാതെ പച്ച ഉള്ളി തിന്ന ആൾ അത് നല്ല വാസനയാകുമല്ലോ. ഈ സംഭവം തെളിയിക്കുന്നത് എന്താണ്? വീടി വലിക്കുന്നവൻ പള്ളിയിൽ വായ വൃത്തിയാക്കാതെ വന്നാൽ റഹ്മത്തിന്റെ മലായിക്കത്ത് അതുകൊണ്ട് ബുദ്ധിമുട്ടാകുമെന്നല്ലോ. ഞാൻ അതിന്റെ കർമ്മശാസ്ത്ര വിധിയിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. എന്റെ സഹോദരിമാർ ചിന്തിക്കുക, നല്ല വൃത്തി വേണം. നായയുള്ളവന്റെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലായിക്കത്ത് വരില്ല. ആവശ്യമില്ലാതെ ചത്തല പട്ടിയെ വളർത്തേണ്ട ആവശ്യം എന്താണ് മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ടത്?